സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പ് ഗർഭഛിദ്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീക്ക് അവർ വിവാഹിതയായാലും അവിവാഹിതയായാലും ആ ഗർഭം നിലനിർത്തണോ അതോ ഗർഭഛിദ്രം ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. നിയമം അനുവദിക്കുന്ന കാരണങ്ങൾ മുൻനിർത്തി ഒരു സ്ത്രീ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കാൻ ഡോക്ടർമാർ തയ്യാറാവേണ്ടതാണെന്നും അത് സ്ത്രീകളുടെ നിയമപരമായ അവകാശമാണെന്നും പ്രസ്തുത ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നുണ്ട്. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, ഗർഭഛിദ്രത്തിന് വിധേയമാകുന്ന കുഞ്ഞിനെക്കുറിച്ച്, ഗർഭപാത്രത്തിൽ കൊല ചെയ്യപ്പെടുന്ന പുതുജീവന്റെ അവകാശത്തെക്കുറിച്ച് അതിൽ യാതൊന്നും പറയുന്നുമില്ല. മനുഷ്യജീവൻ ഇത്ര വിലയില്ലാത്തതാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു സർക്കാർ ആഹ്വാനമായി മാത്രമേ പ്രസ്തുത പോസ്റ്റ് കാണാൻ കഴിയുകയുള്ളൂ. ഗർഭഛിദ്രത്തിൻ്റെ വൈദ്യശാസ്ത്ര നിഗമനങ്ങളും ധാർമ്മികതയും വിശകലനം ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് ഗർഭിണിയുടെ അവകാശങ്ങളെ സംബന്ധിച്ച് 1971 നിലവിൽ വന്ന നിയമത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ സന്ദേശമാണ് പ്രാരംഭത്തിൽ പരാമർശിച്ചത്. പ്രസ്തുത നിയമത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഗർഭം നിലനിർത്തുക എന്നതുപോലെ നിയമം അനുശാസിക്കുന്ന സാഹചര്യങ്ങളിൽ ഗർഭഛിദ്രം നടത്തുക എന്നതും സ്ത്രീയുടെ അവകാശമാണ്. 1971 ഗർഭഛിദ്ര നിയമപ്രകാരം ഗർഭഛിദ്രത്തിനുള്ള പരമാവധി കാലയളവ് 20 ആഴ്ചയായിരുന്നു. എന്നാൽ 2021 നിയമപ്രകാരം ഗർഭഛിദ്രത്തിനുള്ള കാലാവധി 24 ആഴ്ചയായി ഉയർത്തിക്കൊണ്ടുള്ള കേന്ദ്ര ഭേദഗതി നിലവിൽ വന്നു. പ്രസ്തുത നിയമപ്രകാരം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ സ്ത്രീക്ക് ഗർഭഛിദ്രം നടത്താൻ അവകാശമുണ്ട്. ആ സാഹചര്യങ്ങൾ ഇവയൊക്കെയാണ്: 1. ഗർഭാവസ്ഥ തുടരുന്നതിലൂടെ ഗർഭിണിയുടെ ശാരീരിക മാനസിക ആരോഗ്യമോ ജീവൻ തന്നെയോ അപകടത്തിലാകുന്ന അവസ്ഥയുള്ളപ്പോൾ ഗർഭഛിദ്രം നടത്താം. ഗർഭിണിയുടെ നിലവിലുള്ള അവസ്ഥയോ ഭാവിയിൽ മുൻകൂട്ടി കാണാവുന്ന അവസ്ഥയോ പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കണക്കിലെടുക്കേണ്ടതാണ്. 2. ഭ്രൂണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ട് എന്ന സാഹചര്യം വിലയിരുത്തപ്പെട്ടാൽ അമ്മയ്ക്ക് ഗർഭഛിദ്രം നടത്താം. 3. ഗർഭനിരോധന മാർഗങ്ങൾ ഫലം കാണാതെ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ഗർഭം ഗർഭിണിയുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന സാഹചര്യമുള്ളപ്പോൾ ഗർഭഛിദ്രം നടത്താം. 4. ബലാത്സംഗത്തിലൂടെ ഗർഭം ധരിക്കുകയും അതുമൂലം ഗർഭിണിയുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നതുമായ സാഹചര്യങ്ങൾ രൂപപ്പെടുമ്പോഴും ഒരു സ്ത്രീക്ക് ഗർഭഛിദ്രം നടത്താം എന്നാണ് കേന്ദ്ര നിയമ ഭേദഗതി അനുശാസിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഗർഭഛിദ്രം അനുവദനീയമാണ് എന്ന് വാദിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ ഏതു കുഞ്ഞിനെയും ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. കാരണം ഏതൊരു വ്യക്തിക്കും തനിക്ക് ഗർഭഛിദ്രം ചെയ്യേണ്ട സാഹചര്യത്തെ ഈ പറഞ്ഞ സാഹചര്യങ്ങൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു കാരണവുമായി ബന്ധപ്പെടുത്തുക എന്നത് വളരെ എളുപ്പമാണ്. മനുഷ്യഭ്രൂണത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. പ്രയോജനവാദവും ആപേക്ഷികതാവാദവും ആനുപാതികവാദവും മനുഷ്യഭ്രൂണത്തിന് നിശ്ചിത സമയം കഴിഞ്ഞുള്ള സംരക്ഷണമേ ആവശ്യമുള്ളൂ എന്ന് വാദിക്കുമ്പോൾ, മനുഷ്യഭ്രൂണത്തിന് ഒരു മനുഷ്യ ജീവനാണ് ഉള്ളത് എന്നും അതുകൊണ്ട് ആരംഭം മുതലേ അത് സംരക്ഷിക്കപ്പെടണമെന്നും ആദരിക്കപ്പെടണമെന്നും ധാർമ്മികതയും ദാർശനിക വിശകലനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഈ വാദഗതികൾ മനസ്സിലാക്കണം എങ്കിൽ മനുഷ്യനും മനുഷ്യജീവനും എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് മനുഷ്യവംശത്തിൽ നിന്നുള്ളവരെല്ലാം മനുഷ്യരാണ് എന്ന്
ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയാൻ കഴിയും. ഒരു വംശത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വ്യക്തി ആ വംശത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു വംശമായി അതിനെ കാണാൻ ഒരിക്കലും കഴിയുകയില്ല. ഉദാഹരണമായി, നടക്കുക, നിൽക്കുക എന്നിവ മനുഷ്യൻ്റെ ഭൗതിക കഴിവുകളും സ്വയ അവബോധം, സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹം, യുക്തിപരമായ പെരുമാറ്റം എന്നിവ ബൗദ്ധിക കഴിവുകളുമാണ്. ഈ ബൗദ്ധിക കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത വ്യക്തികളെ രോഗികൾ എന്നും ഗർഭസ്ഥ ശിശുക്കൾ എന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ മനുഷ്യർ തന്നെയാണ്. മറ്റൊരു വംശത്തിൽപ്പെട്ടവരോ മനുഷ്യരായി കരുതി മാനിക്കപ്പെടാൻ അവകാശമില്ലാത്തവരോ അല്ല അവർ. ആരംഭം മുതൽ അവസാനം വരെ ഒന്നായിരിക്കുന്നതിനെയാണ് മനുഷ്യൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക സമയത്തോ സ്ഥലത്തോ വെച്ചല്ല ഒരു ഭ്രൂണം മനുഷ്യനായിത്തീരുന്നത്. വളരെ സ്വാഭാവികമായും ജൈവികമായും ഒരു വർഗത്തിൽപ്പെട്ടവയെല്ലാം ആരംഭം മുതൽ അവസാനം വരെ ഒരേ സ്വഭാവമുള്ളവയായിരിക്കും. അതിനാൽ തന്നെ മനുഷ്യഭ്രൂണത്തെ മനുഷ്യനായി തന്നെ കാണണം എന്നാണ് ഈ വാദഗതികൾ ആവശ്യപ്പെടുന്നത്. ഒരു മനുഷ്യഭ്രൂണം മനുഷ്യനല്ലാതെ ഒരിക്കലും മറ്റൊരു ജീവിയായി തീരുന്നില്ല എന്നതിനാൽ ഗർഭഛിദ്രത്തിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ മതങ്ങളുടെയും കാഴ്ചപ്പാടിൽ മനുഷ്യജീവന് അതിൽ തന്നെ ഒരു മൂല്യമുണ്ട്. ഇൻട്രിൻസിക് വാല്യൂ എന്നാണ് പറയുക. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നതിനാൽ തന്നെ ജീവൻ പരിശുദ്ധമായിട്ടാണ് മതപാരമ്പര്യങ്ങൾ കണക്കാക്കുന്നത്. അത് ആദരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം എന്ന നിലപാടുകൾ എല്ലാവർക്കുമുണ്ട്. ഇത്തരുണത്തിൽ ചിന്തിക്കുമ്പോൾ ഗർഭഛിദ്രത്തെയും ദയാവധത്തെയും ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല. അത് മാത്രമല്ല, മനുഷ്യന് അതിനുള്ള അവകാശമില്ല എന്നും നമുക്ക് തിരിച്ചറിയാനായി കഴിയും. വ്യക്തി എന്നത് മനുഷ്യൻ തന്നെയാണ്. വ്യക്തിയെ ഒരിക്കലും മനുഷ്യവംശത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയുകയില്ല. മനുഷ്യൻ്റെ യുക്തിയാണ് വ്യക്തിയിൽ തിളങ്ങുന്നത്. യുക്തിയാകട്ടെ മനുഷ്യന് പുറമേ നിന്ന് ചേർക്കാവുന്ന ഒന്നല്ല, മറിച്ചത് മനുഷ്യനിൽ തന്നെ നിലകൊള്ളുന്നതാണ്. അതിനാൽ ഒരു വ്യക്തിക്ക് യുക്തിയുള്ളത് അയാൾ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മനുഷ്യത്വവും വ്യക്തിത്വവും അങ്ങനെ അഭേദ്യമാംവിധം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ വ്യക്തിത്വം അവൻ്റെ തുടക്കം മുതൽ തന്നെ അവനിൽ സന്നിഹിതമാണ്. വ്യക്തിത്വം ആർജിച്ചെടുക്കുന്നതിന് പിന്നിൽ ജനിതകമായ കാരണങ്ങളുമുണ്ട് എന്നത് പലരും മറന്നുകളയുന്ന ഒരു വസ്തുതയാണ്. ഗർഭസ്ഥ ശിശുവിന് വ്യക്തിത്വമില്ല എന്ന് വാദിക്കുന്നവർ ജനിതകമായി കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെയാണ് ഒരു മനുഷ്യ വ്യക്തിയിൽ നിഷേധിക്കുന്നത്. ചുരുക്കത്തിൽ ഭ്രൂണം എന്നത് മനുഷ്യൻ തന്നെയാണ്. കാരണം മനുഷ്യഭ്രൂണത്തിൻ്റെ വളർച്ച മനുഷ്യത്വത്തിനെതിരായി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് പ്രകൃതിദത്തമായി മനുഷ്യനായി തന്നെ പരിണമിച്ചുകൊണ്ട് ഉള്ളതാണ്. എപ്പോഴാണ് മനുഷ്യത്വം തുടങ്ങുന്നത് എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. മനുഷ്യത്വം ആരംഭം മുതൽ അവസാനം വരെ ഉള്ള ഒന്നാണ്. ബീജസങ്കലനം നടക്കുന്ന സമയം മനുഷ്യത്വത്തിൻ്റെ തുടർച്ചയുടെ ആരംഭം കുറിക്കുകയാണ്. ഞാൻ മനുഷ്യനാണ് എങ്കിൽ എൻ്റെ മനുഷ്യത്വം ആരംഭം മുതലേ ഉള്ള ഒന്നാണ്. അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ മറ്റേതോ ജീവിയായിരുന്നു ഞാൻ എന്ന് വാദിക്കേണ്ടതായി വരും. അതിനാൽ തന്നെ ആരംഭം മുതലേ മനുഷ്യനും വ്യക്തിയുമായിരിക്കുന്ന ജീവനെ ആദരിക്കുന്നതിന് ഇത്തരം നിരവധി കാരണങ്ങളുണ്ട്. ശാരീരികമായ ആക്രമണം വ്യക്തിക്ക് നേരെയുള്ള ആക്രമണമാണ് എന്ന് നിയമം വ്യാഖ്യാനിക്കുന്ന സന്ദർഭങ്ങളിൽ ഗർഭഛിദ്രവും ശാരീരിക ആക്രമണമാണ് എന്നും നിയമപരമായും ധാർമ്മികമായുമുള്ള അപഭ്രംശമാണ് എന്നും ശക്തിയുക്തം നാം അവതരിപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യർക്ക് മൗലിക അവകാശങ്ങൾ നൽകിയത് ദൈവമാണ്. രാഷ്ട്രീയ നിയമങ്ങൾക്കോ തത്വസംഹിതകൾക്കോ അവ നിഷേധിക്കാൻ കഴിയുകയില്ല. മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിക്കാനുള്ള അവകാശം. ഇനി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ ജീവന്റെ മേൽ കൈവച്ചാൽ അതിന് നിയമപരമായ ശിക്ഷയില്ലേ? ഭ്രൂണഹത്യ അധാർമികവും അനീതിയും
പാപവുമാകുന്നത് അത് മനുഷ്യ ജീവനെ നശിപ്പിക്കുന്ന പ്രവൃത്തിയായതുകൊണ്ടാണ്. ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തെക്കുറിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ അവളുടെ ഉള്ളിലുള്ളത് അവളുടെ ശരീരമല്ല എന്നതിനാൽ തന്നെ അവളുടെ ഉള്ളിലുള്ള ജീവന്റെ കാര്യത്തിൽ അവൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരു സ്ത്രീയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഭ്രൂണം അവളുടെ ശരീരമല്ല, ജീവനുള്ള മറ്റൊരു ശരീരമാണ്. അതിന് കണ്ണുകളും ഹൃദയവും തലച്ചോറും ശ്വാസകോശവും കൈകളും കാലുകളും ഒക്കെയുണ്ട്. രക്തഗ്രൂപ്പും DNA-യും വ്യത്യസ്തമാണ്. ഒരു കുഞ്ഞ് ജനിച്ച ശേഷം വധിക്കുന്നതും ജനിക്കുന്നതിന് മുൻപ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ വധിക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും കൊലപാതകം തന്നെയാണ്. ഭ്രൂണം ഒരു മനുഷ്യജീവനാണ് എന്ന് ശാസ്ത്രം പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അമ്മയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞ് വേദനയോടും സ്പർശനത്തോടും ശബ്ദത്തോടും പ്രതികരിക്കുന്നു എന്ന് അൾട്രാസോണോഗ്രഫി, ഫീറ്റോസ്കോപ്പി, ഫീറ്റൽ EKG, ഫീറ്റൽ EEG പഠനങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. ഉപകരണങ്ങൾ കൊണ്ട് കീറി മുറിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുക്കൾക്ക് വേദനിക്കില്ല എന്ന വാദത്തിന് ശാസ്ത്രം തന്നെയും എതിരാണ്. അമേരിക്കയിലെ ഒഹിയോയിലുള്ള വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. ഗർഭധാരണം കഴിഞ്ഞ് 4 ആഴ്ച കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നു. 6 ആഴ്ചകൾക്ക് ശേഷം തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും പ്രവർത്തനം ആരംഭിക്കുന്നു. 8 ആഴ്ച കഴിയുമ്പോൾ കൈകളും കാലുകളും മുഖവുമെല്ലാം രൂപപ്പെടുന്നു. 10 ആഴ്ച കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് ഉപകരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് പരിശോധിച്ചറിയാൻ കഴിയും. 12 ആഴ്ച കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം ആരംഭിക്കും. ഇങ്ങനെ 40 ആഴ്ചകളുടെ വളർച്ചയാണ് അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞിനുള്ളത്. 10 മാസം തികയുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷകം മതിയാകാതെ വരുന്നത് കൊണ്ടുകൂടിയാണ് കുഞ്ഞ് പുറത്തു കടന്ന് സ്വയം ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഭ്രൂണഹത്യ ഏതു സമയത്തും ജീവന്റെ ഉന്മൂലനമാണ് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഗർഭഛിദ്രം നടത്തുന്ന സെന്ററുകളിൽ നിന്ന് നല്ല വരുമാനം കൊയ്യുന്ന ക്ലിനിക്കുകളും അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ഥാപിത താൽപ്പര്യക്കാരുമാണ് അബോർഷന്റെ നിയമസാധുതയ്ക്ക് വേണ്ടി ലോകമെമ്പാടും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മനുഷ്യാവകാശമോ സ്വാതന്ത്ര്യമോ സ്ത്രീ സംരക്ഷണമോ ഉറപ്പാക്കുകയൊന്നുമല്ല ഗർഭഛിദ്രത്തിനു വേണ്ടിയുള്ള വാദങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഗർഭഛിദ്രത്തിൻ്റെ ധാർമ്മിക വശം പോലെ തന്നെ സുപ്രധാനമാണ് അതുമൂലം അമ്മമാർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടാകുന്ന അനുബന്ധ ബുദ്ധിമുട്ടുകളും. ഗർഭധാരണത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ സ്ത്രീകളിൽ ഈസ്ട്രജൻ 20 മടങ്ങ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് അമ്മയാകാനും കുഞ്ഞിനെ പാലൂട്ടാനും ഒരു സ്ത്രീയുടെ ശരീരം ഒരുങ്ങുന്നതിൻ്റെ ഭാഗമാണ്. പക്ഷേ അബോർഷന് വിധേയരാകുന്ന സ്ത്രീകളിൽ ഈ സെല്ലുകൾ വളർച്ച പ്രാപിക്കാതെ മരണമടയുന്നതിനാൽ അവ അപകടകരമാകുന്നു എന്ന് പഠനങ്ങൾ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. ഈ അബ്നോർമൽ സെല്ലുകൾ അല്ലെങ്കിൽ ഈസ്ട്രജൻ ഓവർ എക്സ്പോഷർ ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകുന്നു എന്നത് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള വസ്തുതയാണ്. എന്നാൽ സ്വാഭാവികമായി ഗർഭമലസുന്ന അവസരങ്ങളിൽ ശരീരം അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുമെന്നതും തികച്ചും അത്ഭുതകരമായ കാര്യമാണ്. ഭ്രൂണഹത്യയ്ക്ക് നിയമസാധുത നൽകിയ ശേഷം ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച സ്ത്രീകളുടെ എണ്ണം അമേരിക്കയിൽ ഇരട്ടിച്ചിട്ടുണ്ട് എന്നത് ഇതിനുള്ള പ്രായോഗിക തെളിവായി കണക്കാക്കാവുന്നതാണ്. ഭ്രൂണഹത്യയ്ക്ക് വിധേയരാകുന്നവർ പെട്ടെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകും എന്നത് മറ്റൊരു പഠനത്തിൻ്റെ കണ്ടെത്തലാണ്. കുട്ടികളെ ദുരുപയോഗിക്കാനുള്ള പ്രവണതയും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അബോർഷൻ ലോബിയെ പിന്തുണയ്ക്കാൻ മദ്യ മയക്കുമരുന്ന് മാഫിയയും കൂട്ടുണ്ട്. ഭ്രൂണഹത്യയ്ക്ക് വിധേയരാകുന്നവർ പിന്നീട് ഗർഭം ധരിക്കുമ്പോൾ മാസം തികയാതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കാരണമാകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്. 1999 ഡെൻമാർക്കിലെ 61,000 സ്ത്രീകളെ പഠനവിധേയമാക്കി ഒരു വൈദ്യശാസ്ത്ര പ്രസിദ്ധീകരണം
വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഒരു അബോർഷൻ എങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്തുണ്ടാകുന്ന കുഞ്ഞിനെ മാസം തികയാതെ പ്രസവിക്കുന്നതിനുള്ള സാധ്യത 2 ഇരട്ടിയാണ്. 2 പ്രാവശ്യം അബോർഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സാധ്യത 1100%. ഓരോ ഗർഭഛിദ്രവും നടക്കുമ്പോൾ മാസം തികയാത്തതിനാൽ സ്ത്രീകളുടെ ശരീരഘടനയ്ക്ക് ഗുരുതരമായ മാറ്റം വരും. അത് അടുത്ത ഗർഭധാരണ കാലഘട്ടത്തെ ബാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ മതി. മനസ്സുകൊണ്ട് എത്ര സമ്മതിച്ചാലും ശരീരത്തിൻ്റെ നിയമങ്ങളെ നമുക്ക് തിരുത്തി എഴുതാൻ കഴിയുകയില്ല. ഭ്രൂണഹത്യയിലൂടെ ഗർഭപാത്രത്തിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, അത് ഉപകരണത്തിലൂടെ ആയാലും മരുന്നുകളിലൂടെ ആയാലും ആ ക്ഷതങ്ങളും, അണുബാധ, ശാരീരികവും മാനസികവുമായി അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഗൗരവത്തിൽ കണക്കാക്കാൻ കഴിയുകയില്ല. മാനസിക സംഘർഷം വഴി ഉണ്ടാകുന്ന കാർ അപകടങ്ങളും അക്രമ സംഭവങ്ങളുമൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. വിഷാദ രോഗത്തിനും മറ്റ് മാനസിക വൈകല്യങ്ങൾക്കും ഭ്രൂണഹത്യയ്ക്ക് വിധേയരായവർ അടിപ്പെട്ടു പോകും എന്ന് ബ്രിട്ടനിൽ നടത്തിയ പഠനങ്ങൾ അസന്ദിഗ്ധമായി തെളിയിക്കുന്നുണ്ട്. അബോർഷന്റെ ഇടയിൽ മരിക്കുന്ന അമ്മമാരും അബോർഷന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് തങ്ങളെ അറിയിക്കാത്തതിനാൽ ക്ലിനിക്കുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ള സ്ത്രീകളുടെയും എണ്ണം വളരെ അധികമാണ്. കത്തോലിക്ക സഭയുടെ ധാർമ്മിക കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മനുഷ്യജീവന്റെ സംരക്ഷണത്തിനും അതിനോടുണ്ടായിരിക്കേണ്ട ആദരവിനും വേണ്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന വാദം ഉയർത്തുന്നവരുണ്ട്. സ്ത്രീയുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുന്നു എന്നത് സമ്മതിക്കുമ്പോൾ തന്നെ മറ്റൊരു ജീവനെ നശിപ്പിക്കാൻ ഒരു വ്യക്തിക്ക്, അതും ആ കുട്ടിയുടെ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട മറുചോദ്യം. അമ്മ പോലും സ്വന്തം കുഞ്ഞിൻ്റെ ജീവനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ മനുഷ്യകുലത്തിന് എങ്ങനെയാണ് ഈ ഭൂമിയിൽ അതിജീവിക്കാൻ കഴിയുക? അതേസമയം തന്നെ ഗർഭഛിദ്രം എന്ന കഠിന തീരുമാനം എടുക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥയും അതീവ പ്രാധാന്യത്തോടെ തന്നെ പരിഗണിക്കേണ്ട വസ്തുതകളാണ്. കഠിന ദാരിദ്ര്യം, സാമൂഹിക അവഹേളനം, അവഗണനകൾ, ജീവിത പങ്കാളിയിൽ നിന്നുള്ള, കുടുംബാംഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഏകാന്തത എന്നിങ്ങനെ ഒരു സ്ത്രീയെ മാനസികമായും വൈകാരികമായും ദുർബലയാക്കുന്ന നിരവധി സന്ദർഭങ്ങൾ അവൾക്കുണ്ടാകാം. എന്നാൽ അവയൊന്നും തന്നെ ഗർഭഛിദ്രത്തിനുള്ള വിദൂര കാരണം പോലുമായി പരിഗണിക്കാൻ കഴിയുകയില്ല. അതേസമയം ഗർഭിണികളും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുമായ സ്ത്രീകളെ മാനസികമായും ആരോഗ്യപരമായും ശാക്തീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഒരുക്കപ്പെടേണ്ടത്. കാരണം ഗർഭധാരണവും ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും അമ്മയുടെ ആരോഗ്യത്തോടൊപ്പം കുഞ്ഞിനെ സംബന്ധിക്കുന്ന നീതിയുടെയും അവിഭാജ്യ ഘടകമാണ്. ഗർഭഛിദ്രത്തെ സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നമായും മാനസിക വൈകാരിക പ്രതിസന്ധിയുമായുമൊക്കെ കണക്കാക്കുന്നത് തികഞ്ഞ ദുർവ്യാഖ്യാനമാണ്. അമ്മയുടെ ഉദരത്തിൽ നിശബ്ദമായി കഴിയുന്ന കുഞ്ഞിൻ്റെ ജീവനും തുടിപ്പും തികഞ്ഞ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് പരിഗണിക്കപ്പെടേണ്ടത്. രണ്ടാമതൊരു ജീവൻ ഇല്ല എന്നതുപോലെ അമ്മയെ മാത്രം പരിഗണിക്കുന്ന നൈയാമിക നിലപാടുകൾ ജീവനെ സംബന്ധിച്ച വളരെ ഗൗരവതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാവുന്ന ധാർമ്മിക നിലപാടുകൾ കൂടിയാണ് എന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിയണം. ഭ്രൂണഹത്യയുടെ അനന്തരഫലമായ മനഃശാസ്ത്രപരവും മാനസികവും വൈകാരികവുമായ ഹ്രസ്വകാല ദീർഘകാല പ്രത്യാഘാതങ്ങളെയും നിയമനിർമ്മാതാക്കളും വ്യാഖ്യാതാക്കളും അവഗണിച്ചുകൂടാ. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന നാം ഓരോരുത്തരും ശബ്ദിക്കാൻ ശേഷിയില്ലാത്ത ഗർഭസ്ഥമായ മനുഷ്യജീവന് വേണ്ടിയും നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ജീവിക്കാനുള്ള അവരുടെ അടിസ്ഥാനപരമായ അവകാശത്തിനു വേണ്ടിയാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ തീരുമാനങ്ങൾ. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ
നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.